Hello students, how are you? I think extremely fine. You are happy, we are also happy. അപ്പോൾ നമ്മുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ വണ്ടർഫുൾ നീറ്റ് എക്സാമിനേഷൻ ജസ്റ്റ് കംസ് ടു ദ എൻഡ്. സോ ഐ തിങ്ക് യു എൻജോയ്ഡ് ഇറ്റ്. കാരണം ക്വസ്റ്റ്യൻസ് കിട്ടിയപ്പോൾ നമുക്ക് എന്ത് സന്തോഷമായി അല്ലേ. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ട്രയൽ പരീക്ഷയിൽ എഴുതിയ ക്വസ്റ്റ്യൻസുകളെല്ലാം തന്നെ അതേപടി വന്നിരിക്കുന്ന പോലെയാണ് അല്ലേ. സൂപ്പർബ് ക്വസ്റ്റ്യൻ, നമുക്ക് ചെയ്യാൻ എന്ത് രസമായിരുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇതേ സമയം തന്നെ നമ്മുടെ JEE ചാനലിൽ ഫിസിക്സ് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് മാറി മാറി കാണുക. അപ്പം ഇപ്പോൾ ഇതിനകം തന്നെ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞു. അവരെല്ലാവരും വളരെ കോൺഫിഡൻസിലാണ്. എല്ലാം നല്ല ക്വസ്റ്റ്യൻസുകളാണ്, എല്ലാവരും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, എല്ലാം നല്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ, ആൻസറിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ 101 തൊട്ട് ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ചെയ്യുവാണ്. അതിന് സോളജി വരും. ഓക്കെ, ആർ യു റെഡി? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 101 നോക്കി. എക്സോസ്കെലറ്റൻ ഓഫ് ആർത്രോപോഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് വാട്ട് എ ക്വസ്റ്റ്യൻ ഫ്രം ബയോമോളിക്യൂൾ. എന്താണ് ഡയറക്റ്റ് ആൻസർ അല്ലേ? കൈറ്റീൻ അല്ലേ. ഹോമോപോളിസാക്രൈഡ് കൈറ്റീൻ, വേറെ ഒന്നും വരികയല്ലോ. യെസ്, ബയോമോളിക്യൂൾ ചാപ്റ്ററിൽ നിന്നായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Given below are two statements. Statement 1, statement 2 നമുക്ക് നോക്കാം. Decomposition is a process in which detritus degrade into simpler substance by microbes. ശരിയല്ലേ? Yes, absolutely correct. Decomposition is faster if the detritus rich in lignin and chitin. തെറ്റല്ലേ അല്ലേ? വാട്ടർ സോലുബിൾ മെറ്റീരിയൽ കൂടുമ്പോഴേ അത് ഫാസ്റ്റ് ആവുള്ളൂ. ഇതിപ്പം ലിഗ്നിൻ വാട്ടർ സോലുബിൾ ഒന്നുമല്ല. സോ ഓട്ടോമാറ്റിക്കലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, 2 ഈസ് ഇൻകറക്റ്റ്. സോ ഓപ്ഷൻ 3. ഓക്കെ, ശരിയായി കാണുമല്ലോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, 103. Given below are two statements. Statement 1 നോക്കുക. Cleistogamous flowers are invariably autogamous. ശരിയല്ലേ? ഫ്ലവർ നെവർ ഓപ്പൺസ് ആണ് ക്ലീസ്റ്റോഗാമസ്. അവിടെ ഒരിക്കലും ക്രോസ് പോളിനേഷൻ നടക്കുകയില്ല. ഓട്ടോഗമി കമ്പൽസറി. ശരിയാണ്. ക്ലീസ്റ്റോഗമി ഡിസഡ്വാൻറ്റേജിയസ് ആസ് ദെയർ ഈസ് നോ ചാൻസ് ഫോർ ക്രോസ് പോളിനേഷൻ. ശരിയല്ലേ? കാരണം പോളിനേഷനിൽ പ്രകൃതി ആഗ്രഹിക്കുന്ന വേരിയേഷനാണ്. വേരിയേഷൻ പറയണമെങ്കിൽ ക്രോസ് പോളിനേഷൻ നടക്കണമായിരുന്നു. ഇതിപ്പോൾ ക്ലീസ്റ്റോഗമി ആകുമ്പോൾ ക്രോസ് പോളിനേഷൻ നടക്കുകയില്ല. അതുകൊണ്ട് അത് ഡിസഡ്വാൻറ്റേജ്. അപ്പം 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ? സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ 1. അടുത്ത് നോക്കൂ. ജനറ്റിക്സിൽ നിന്നാണ്. പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ ഓഫ് mRNA ടു പ്രോട്ടീൻ ബിഗിൻസ് ആസ് സൂൺ ആസ്. ട്രാൻസ്ലേഷൻ്റെ ആരംഭം ഓരോന്നും നോക്കി. സ്മോൾ യൂണിറ്റ് ഓഫ് റൈബോസോം എൻകൗണ്ടർ mRNA. ഇത് തന്നെ ശരിയായില്ലേ? ലാർജർ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം mRNAയിലേക്ക് വരുമ്പോഴാണോ? അല്ല. ബോത്ത് സബ് യൂണിറ്റ് ഒരുമിച്ച് ജോയിൻ ചെയ്യുവാണോ? അല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, യെസ്. 105 നോക്കി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ് ഫ്രം ഗ്ലൂക്കോസ് ഡ്യൂറിംഗ് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. നമുക്കറിയാം അൺഎയറോബിക് റെസ്പിറേഷൻ ആസിഡ് ഫെർമെന്റേഷൻ ആണെങ്കിലും ആൽക്കോളിക് ഫെർമെന്റേഷൻ ആണെങ്കിലും എനർജി വരുന്നത് എത്രയാ? ലെസ് ദാൻ 7%. ഓപ്ഷൻ 4. എഫിഷ്യൻസിയുടെ കാൽക്കുലേഷൻ ഓർത്താൽ മതി. ഓക്കെ, യെസ്. അടുത്ത് നോക്കുക. യെസ്, ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ് ഇൻ ദ ഗെർഡിനിങ് എക്സ്പെരിമെന്റ് വാസ് പെർഫോംഡ് ബൈ പ്ലാന്റ് ഫിസിയോളജിസ്റ്റ് ടു ഐഡന്റിഫൈ ദ പ്ലാന്റ് ടിഷ്യൂ ത്രൂ വിച്ച്. എന്താണ് നമ്മൾ സ്റ്റെമ്മിൽ നിന്ന് റിംഗ് ഓഫ് ബാർക്ക് റിമൂവ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ്. റിംഗ് ഓഫ് ബാർക്ക് റിമൂവ് ചെയ്യുമ്പോൾ ഫ്ലോയമാണ് റിമൂവ് ചെയ്യപ്പെടുന്നത്. അപ്പം റിമൂവ് ചെയ്തതിൻ്റെ തൊട്ട് മുകളിൽ ഇങ്ങനെ സ്വോളനിങ് വരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നതാ? താഴേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത ഫുഡ് മോളിക്യൂൾ അവിടെ അക്യുമുലേറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ബാർക്ക് റിമൂവ് ചെയ്തപ്പം റിമൂവ് ചെയ്ത ഫ്ലോയത്തിലൂടെ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതല്ലേ തെളിയുന്നത്. സോ ആൻസർ ഈസ് ഫുഡ് ഈസ് ട്രാൻസ്പോർട്ടഡ്. ഓപ്ഷൻ 2. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റിലേക്ക് വരിക. Okay, which of the following is not observed during apoplastic pathway? Apoplastic pathway അറിയാം, സെൽ വാൾ വഴിയുള്ള മൂവ്മെന്റ് ആണ്. ചോദ്യം നോട്ട് കറക്റ്റ് ആണ്. നോക്കാം. മൂവ്മെന്റ് ഓഫ് വാട്ടർ occurs through intercellular space and wall of the cell. ശരിയാണ്. മൂവ്മെന്റ് does not involve crossing of cell membrane. വളരെ ശരിയാണ്. മൂവ്മെന്റ് is aided by cytoplasmic streaming. ഒരിക്കലും ശരിയല്ല. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ഒക്കെ വരുന്നത് സിംപ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം അപ്പോപ്ലാസ്റ്റുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാ? ഓപ്ഷൻ 3. ഓക്കെ, ഡയറക്റ്റ് ആൻസർ. ഓക്കെ, യാ. നെക്സ്റ്റ് വൺ നോക്കിയേ. In old trees, greater part of secondary xylem is dark brown and resistant to insect attack due to. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നതാ? ഓൾഡ് ട്രീസ് എന്ന് പറയുമ്പം സെക്കൻഡറി സൈലം സെൻട്രലിലേക്ക് തള്ളുന്ന ഹാർട്ട് വുഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശരിയല്ലേ? അപ്പോൾ ചോദ്യം അതിന് കാരണമാണ്. നമുക്ക് നോക്കാം. സെക്രീഷൻ ഓഫ് സെക്കൻഡറി മെറ്റബോളൈറ്റ് ആൻഡ് ദെയർ ഡിപ്പോസിഷൻ ഇൻ ദ ലൂമൻ ഓഫ് എ സെൽ. ശരിയല്ലേ? യെസ്. ഡെപ്പോസിഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ലൈക്ക് ടാനിൻസ് ആൻഡ് റെസിൻസ് ഇൻ ദ സെൻട്രൽ ലെയർ ഓഫ് സ്റ്റെം. ശരിയല്ലേ? അതാണ് ഹാർട്ട് വുഡ് ഏരിയ. ഡിപ്പോസിഷൻ ഓഫ് സ്യൂബറിൻ ആൻഡ് ആരോമാറ്റിക് സബ്സ്റ്റൻസ് ഇൻ ദ ഔട്ടർ ലെയർ ഓഫ് സ്റ്റെം. അല്ല, ഔട്ടർ ലെയർ എന്നൊക്കെ പറയുന്ന സാപ്പ് വുഡ്, അതുമായിട്ട് ബന്ധമില്ല. ഡിപ്പോസിഷൻ ഓഫ് ടാനിൻ, ഗം, റെസിൻ, ആരോമാറ്റിക് സബ്സ്റ്റൻസ് ഇൻ ദ പെരിഫറൽ ലെയർ ഓഫ് സ്റ്റെം. ശരിയല്ലേ? Then presence of parenchyma cells, functionally active xylem elements and essential oil. Presence of parenchyma cells ആണോ? അല്ല. അപ്പോൾ ഇവിടെ ഡീൻ തെറ്റാവട്ടോ. പെരിഫറൽ ലെയർ അല്ലോ, ഔട്ടർ സെൻട്രൽ പാർട്ടാണ് വരിക. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ വരും? ശരി. സോ A and B only correct answer, option 1. Okay.
ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരിക. ഓപ്ഷൻ 1 ഈസ് ദ ആൻസർ. ഓക്കെ, യെസ്. അടുത്തതിലേക്ക് വരാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഹൈഡ്രോകൊളോയിഡ് കെരാജിൻ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം. നമുക്കറിയാം ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നമ്മൾ പഠിക്കുന്ന ഭാഗമാണ് കെരാജിൻ എന്ന് പറയുന്നത്. ഹൈഡ്രോകൊളോയിഡ് ഹെട്രോപോളിസ് ഒക്കെ ടേക്കൺ ഫ്രം നമുക്കറിയാം കോൺട്രസ്. കോൺട്രസ് ഏത് ക്ലാസ്സാണ്? റോഡ് ഓഫ് ഫേസ് റെഡ് ആൽഗെ ഉണ്ട് അല്ലേ? റെഡ് ആൽഗെ. ഓപ്ഷൻ 3. ഓക്കെ, 110. ഓക്കെ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു പോളിനേഷൻ. പോളിനേഷനുമായി ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ആണ്. നമുക്ക് നോക്കാം. പോളിനേഷൻ ബൈ വാട്ടർ ഈസ് ക്വൈറ്റ് റയർ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്. ശരിയല്ലേ? ഹൈഡ്രോഫിലി വളരെ റയർ ആണ്. ഇത് ശരിയാണ്. പോളിനേഷൻ ബൈ വിൻഡ് ഈസ് മോർ കോമൺ എമോങ് ദി എബയോട്ടിക് പോളിനേഷൻ. ശരിയാണ്. എബയോട്ടിക്കിൽ വിൻഡാണ് മോസ്റ്റ് കോമൺ. ദെൻ ഫ്ലവർ പ്രൊഡ്യൂസ് ഫോൾ ഓഡേഴ്സ് ടു അട്രാക്ട് ഫ്ലൈസ് ആൻഡ് ബീറ്റിൽസ് ടു ഗെറ്റ് പോളിനേറ്റഡ്. ശരിയാകാം. ദെൻ മോത്ത് ആൻഡ് ബട്ടർഫ്ലൈസ് ആർ ദ മോസ്റ്റ് ഡോമിനേറ്റിംഗ് പോളിനേറ്റിംഗ് ഏജന്റ് എമോങ് ഇൻസെക്ട്. ആണോ? അല്ല, ബീസ് ആണ് പറയുന്നത് അല്ലേ? അപ്പം ഇത് തെറ്റായി. സോ ഓപ്ഷൻ 4 ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ 10 ക്വസ്റ്റനായി. ഇനി അടുത്തൊരു 10 ക്വസ്റ്റനുമായിട്ട് സുവോളജി ഫാക്കൽറ്റി വരുന്നു. ഓക്കെ, സോ ഹാവ് എ നൈസ് ടൈം, എൻജോയ് വെൽ. ഓക്കെ, താങ്ക് യു, ബൈ. ഡിയർ സ്റ്റുഡൻസ്, മൈസെൽഫ് അനൂപ്. അങ്ങനെ നീറ്റ് എക്സാം കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നല്ല ഈസി ക്വസ്റ്റൻ ആണെന്ന് അറിയാം. എങ്കിൽ നമ്മളതിൽ സുവോളജി പാർട്ടിലെ ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൽ ക്വസ്റ്റൻ നമ്പർ 151 സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ്. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഈസ് എ കണ്ടീഷൻ where body defense mechanism recognize its own cell as foreign body. സ്വന്തം സെല്ലുകളെ ഫോറിൻ ബോഡി ആയിട്ട്, ഫോറിൻ സെൽസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് എന്തായിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. അതിനല്ലേ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് വിളിക്കുക. അപ്പോൾ സ്വന്തം സെല്ലുകളെ ഫോറിൻ ബോഡി ആയിട്ട് അല്ലേ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഈസ് കോൾഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അപ്പോൾ അതെന്താണ്? ശരി, ഓട്ടോ ഇമ്മ്യൂണിറ്റി ആണ്, അത് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2, റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഈസ് എ കണ്ടീഷൻ വെയർ ബോഡി ഡസ് നോട്ട് അറ്റാക്ക് സെൽഫ് സെൽ. തെറ്റ്. കാരണം സ്വന്തം സെല്ലുകളെ, സെൽഫ് സെൽസുകളെ അറ്റാക്ക് ചെയ്യുന്നതിന് നമ്മൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ ഇത് ഇൻകറക്റ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. അപ്പോൾ 3 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 152 നോക്കാം. Given below the 2 statement. Statement 1, the coagulum, blood clotting. Coagulum is formed of network of thread called thrombin alla fibrin ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആയി. സ്റ്റേറ്റ്മെന്റ് 2, spleen is a graveyard of our erythrocyte. ശരിയാണല്ലേ? അപ്പോൾ എറിത്രോസൈറ്റ് ഡിസ്ട്രോയ് ചെയ്യുന്ന സ്പ്ലീനിലാണ്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 155. ലിപ്പസ് ലൂപ്പ് ഈസ് എ ടൈപ്പ് ഓഫ് കൺട്രാസെപ്റ്റീവ് യൂസ്ഡ് ആസ്. ഇപ്പം നമുക്കറിയാം IUDS നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അതിൽ നോൺ മെഡിക്കൽ IUDSലാണ് ലിപ്പസ് ലൂപ്പ് വരിക. അപ്പോൾ സെർവിക്കൽ ബാരിയർ മെത്തഡ് അല്ല, റൈറ്റ്? വോൾസ് ബാരിയർ അല്ല, നോൺ മെഡിക്കൽ IUDS ആണ്. കോപ്പർ ലീസിംഗ് IUDSൽ കോപ്പർ T, കോപ്പർ 7 മൾട്ടിലോഡ് 375 ഒക്കെ വരിക. അപ്പോൾ ഓപ്ഷൻ 3 ഈസ് റൈറ്റ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 156. At which stage of life the oogenesis process is initiated? അപ്പോൾ ഒരു ഫീമെയില്
ഓവൻ ഡെവലപ്മെൻറ്റ് oogenesis എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക അറ്റ് എന്താണ് എംബ്രിയോണിക് സ്റ്റേജിലാണ്. അപ്പോൾ പിബേർട്ടി അല്ല, പിബേർട്ടി എന്ന് പറയുമ്പോൾ സ്പെർമാറ്റോയിഡ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുക, എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ആണ്, ബർത്ത് അല്ല, അഡൾട്ട് അല്ല. ദെൻ ഓപ്ഷൻ 2 എംബ്രിയോണിക് സ്റ്റേജിലാണ് oogenesis സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 159. Which of the following is correct match for disease and its symptoms? First, arthritis ഇതിന് ഇൻഫ്ലമേഷൻ ജോയിൻ്റ് ആണ്. അപ്പോൾ ഇൻഫ്ലമേഷൻ ജോയിൻ്റ് ഈസ് കോൾഡ് ആർത്രൈറ്റിസ് ശരിയാണ്. ടെറ്റനി ഹൈ കാൽസ്യം ലെവൽ കോസിങ് റാപ്പിഡ് സ്പസം തെറ്റാണ്, കാരണം ഹൈ അല്ല ലോ കാൽസ്യം ലെവലാണ്. ദെൻ മിയാസിനെ ഗ്രേവിസ് ജനറ്റിക് ഡിസോർഡർ റിസൾട്ട് ഇൻ ദി വീക്കനിങ് ആൻഡ് പാരാലിസിസ് ഓഫ് സ്കെൽറ്റൽ മസിൽ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് ജനറ്റിക് ഡിസോർഡർ അല്ല, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്, അത് ഫോൾസ് ആണ്. ദെൻ മസ്കുലർ ഡിസ്ട്രോഫി ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ കോസിങ് പ്രോഗ്രസീവ് ഡീജനറേഷൻ ഓഫ് സ്കെൽറ്റൽ മസിൽ, മസ്കുലർ ഡിസ്ട്രോഫി ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. ദെൻ question number 160. Question number next. Okay. Right. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വീണ്ടും ബോട്ടണി ക്വസ്റ്റ്യൻസുമായിട്ട് ശ്രീവിദ്യ മാഡം വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. Dear students, good evening. Exam വളരെ എന്താ പറയുക എളുപ്പമായിരുന്നു എന്നൊന്നും അവകാശപ്പെടുന്നില്ല. കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലായിരുന്നു ബയോളജി, കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു. എന്നാലും നല്ലോണം പഠിച്ചവർക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ സ്റ്റെനി സാറ് ഡിസ്കസ് ചെയ്ത് വിട്ടതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റൻ നമ്പർ 111. DNA polymorphism forms the basis of. DNA polymorphism നമുക്കറിയാം ജെനറ്റിക് എഞ്ചിനീയറിങ്ങിനും അതുപോലെ തന്നെ ജെനറ്റിക് എഞ്ചിനീയറിംഗിൽ ജെനറ്റിക് മാപ്പിങ്ങിനും അതുപോലെ DNA ഫിംഗർ പ്രിന്റിങ്ങിനും രണ്ടിനും ആക്ച്വലി ഈ പറയുന്ന DNA പോളിമോർഫിസം, അതായത് സ്നിപ്പും അതുപോലെ തന്നെ റെപ്പിറ്റേറ്റീവ് സീക്വൻസും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. സോ ബോത്ത് ജെനറ്റിക് മാപ്പിംഗ് ആൻഡ് DNA ഫിംഗർ പ്രിന്റിംഗ് ആണ് ആൻസർ, തേർഡ് ഓപ്ഷൻ. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 112 നോക്കിക്കേ. 112. Which of the following is not a method of ex situ conservation? അത് വലിയ പ്രശ്നമുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല, സിമ്പിൾ ആണ്. പക്ഷേ നോട്ട് എ മെത്തേഡ് ഓഫ് എക്സ് ടു എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് ഇൻസിറ്റു ആണ്. അതിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, മൈക്രോ പ്രൊപ്പഗേഷൻ, ക്രയോ പ്രിസർവേഷൻ, ഇത് മൂന്നും എക്സ് ടു ആണ്. സോ ആൻസർ ഓപ്ഷൻ 2 നാഷണൽ പാർക്സ്. Then question number 113. നോക്കിക്കേ. Which one of the following is not true regarding the release of energy during ATP synthesis through chemiosmosis? It involves ചെറിയ രീതിയിലൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റൻ ആണ്. ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടോൺ ഗ്രേഡിയന്റ്. നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നോട്ട് ട്രൂ റിഗാർഡിംഗ് ദ റിലീസ് ഓഫ് എനർജി ഡ്യൂറിംഗ് ATP സിന്തസിസ് ആണ്. അത് ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും കെമിയോസ്മോസിസ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ചെയ്യുക എന്നൊരു ഉദ്ദേശമുണ്ട്. ബ്രേക്ക് ഡൗൺ ഓഫ് ഇലക്ട്രോൺ ഗ്രേഡിയന്റ് ഇല്ലേ ഇല്ല. അങ്ങനെ ഒരു ഇലക്ട്രോൺ ഗ്രേഡിയന്റ് ഉണ്ടാക്കണമില്ല, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് നോക്കുന്നുമില്ല. സോ ദാറ്റ് ഇസ് ആൻസർ. ബാക്കി 3ഉം 4ഉം സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുക. കെമിയോസ്മോസിസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ഓപ്ഷൻ 2 ഈസ് ദ ആൻസർ. Then question number 114. Okay, what is the net gain of ATP when each molecule of glucose is converted to
2 molecules of pyruvic acid. ഇവിടെയും നമുക്ക് അശ്രദ്ധ കൊണ്ട് വേണമെങ്കിൽ തെറ്റാം, പക്ഷേ തിയറി നല്ലോണം അറിയുന്ന ഒരു കുട്ടി അത് ശ്രദ്ധിക്കും തീർച്ചയായിട്ട്. അവര് കംപ്ലീറ്റ് എയറോബിക് റെസ്പിറേഷൻ അല്ല പറയുന്നത്. ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ആകുന്നു എന്ന് പറയുമ്പോൾ അത് ഉറപ്പാണ് ഗ്ലൈക്കോളിസിസ് ആണ്. ഗ്ലൈക്കോളിസിസിനെ പറ്റി മാത്രമാണ് പറയുന്നത്. ഗ്ലൈക്കോളിസിസിൽ ഉണ്ടാകുന്ന 2 NADH2 ഓക്സിഡേഷൻ ഒന്നും നിങ്ങൾ അവിടെ നോക്കണ്ട. ATP net gain 2 അല്ലേ? സോ തേർഡ് ഓപ്ഷൻ. Then question number 115. Okay, the flowers are zygomorphic in. Zygomorphic flowers നമുക്ക് ഫാബേസിയയിലെ ഫ്ലവേഴ്സ് സൈഗോമോർഫിക് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇംബ്രിഗേറ്റ് എസ്റ്റുവേഷൻ കാണിക്കുന്ന ആൾക്കാർ നമുക്ക് എക്സാമ്പിൾ തന്നിരിക്കുന്നത് സൈഗോമോർഫിക് ആണ്. മസ്റ്റാർഡ് ആക്നോമോർഫിക് ആണ്. ഗുൽമോഹർ സൈഗോമോർഫിക് ആണ്. കാഷ്യ സൈഗോമോർഫിക് ആണ്. ഡറ്റ്യൂറ ചില്ലി ആക്ടിനോമോർഫിക് ആണ്. സോ ആൻസർ B and C only, second option. Okay. Then question number 116. നോക്കുക, given below are 2 statements. ജെനിക്സ് പണി എന്നുള്ള ക്വസ്റ്റൻ ആണ്. നോക്കുക, മെൻഡൽ സ്റ്റഡീഡ് 7 pairs of contrasting traits. അവിടെയാണ് സാധാരണ കൺഫ്യൂഷൻ വരുന്നത്. പക്ഷേ ഇവിടെ 7 pairs of contrasting traits എന്ന് പറയുമ്പോൾ 14 traits, 14 varieties in pea plants and propose the law of inheritance. വളരെ ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കിക്കേ. സ്റ്റേറ്റ്മെന്റ് 2, 7 characters examined by Mendel in his experiment on pea plants were seed shape ഉണ്ടായിരുന്നു, and seed color ഉണ്ടായിരുന്നു, flower color, pod shape, pod color, flower position and stem height. ഇത് 7 തന്നെയാണ് മെൻഡൽ എടുത്തത്. സോ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ 1 is the answer. അല്ലേ? Now question number 117 നോക്കുക, which of the following is incorrectly mashed? എക്ടോകാർപ്പസ് ബ്രൗൺ ആൽഗയാണ്. അതിലെ ക്യാരക്ടറിസ്റ്റിക് ബ്രൗൺ പിഗ്മെന്റ് ഫ്യൂക്കോസാന്തിനാണ് ശരി. ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. യൂളോത്രിക്സ് ഗ്രീൻ ആൽഗയാണ്. മാനിറ്റോള് ബ്രൗൺ ആൽഗയുടെ റിസർവ് ഫുഡാണ്. ഇത് ഗ്രീൻ ആൽഗയാണ്. സോ ഇതാണ് തെറ്റ്. പോർഫയറ റെഡ് ആൽഗയാണ്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ശരിയാണ്. വോൾവോക്സ് ഗ്രീൻ ആൽഗയാണ്. സ്റ്റാർച്ച് ശരിയാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. Then question number 118. Okay, production of cucumber has increased manifold in recent years. Application of which of the following phytohormones has resulted in this increased yield, as a hormone is known to produce female flowers in the plants? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ടെക്സ്റ്റിനകത്ത് സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒതുക്കിയിരിക്കുന്ന കാര്യം ഇച്ചിരി ഇലോബറേറ്റ് ആയിട്ട് തന്നേ ഉള്ളൂ, ചുമ്മാ സമയം കളയാൻ വേണ്ടിയിട്ട്. കുക്കുംബർ പ്ലാന്റ് നിങ്ങൾക്കറിയാലോ മൊണീഷ്യസ് ആണ്. കുക്കുംബർ പ്ലാന്റുകളിൽ കൂടുതൽ ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ടായാലേ കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാവൂ, കൂടുതൽ yield ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഹോർമോൺ ഓപ്ഷൻ 3 എത്തിലീൻ. ഓക്കെ, now question number 119. Okay, which one of the following produces nitrogen fixing nodules on the root of ulnus? ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ നോക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അൾനസിൽ, നോൺ ലെഗ്മിനസ് പ്ലാന്റ് അൾനസിൽ റൂട്ട് നോഡ്യൂൾസ് ഉണ്ടാക്കുന്ന ആള് ഫ്രാങ്കിയ. സോ ഓപ്ഷൻ 2 is the answer. Now question number 120. match the following ആണ്. നോക്കിയേ, match the following വളരെ സിമ്പിൾ ആണ്. ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടും. മാംഗനീസ് functions in splitting of water during photosynthesis ആണ്. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടി. അടുത്ത മെഗ്നീഷ്യം നമുക്ക് ആക്ടിവേറ്റ്സ് എൻസൈംസ് ഓഫ് റെസ്പിറേഷൻ. അപ്പോൾ തന്നെ ആൻസർ കിട്ടി. എയും ബിയും 4, 3 എന്ന് കിട്ടി. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. അല്ലേ? അപ്പോൾ ഇനിയുള്ള ബോട്ടണി 10 ക്വസ്റ്റ്യനുമായിട്ട് സുവോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷന് ശേഷം ബോട്ടണി ക്വസ്റ്റ്യൻ കാണാവുന്നതാണ്. ഓക്കെ, ഫൈൻ, റൈറ്റ്. ഓക്കെ, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മുടെ സുവോളജിയുടെ ബാക്കി ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ വരെ 160 വരെയുള്ളത് ചെയ്തു കഴിഞ്ഞു സുവോളജി പാർട്ട്. ദെൻ 161. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫങ്ഷൻ ഓഫ് കണ്ടക്ടിങ് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം? Okay, first option, it clears inhaled air from foreign particles. Very correct. And inhaled air is humidified. That's also correct. Temperature of inhaled air is
brought to body temperature. That is also the role of conducting part. It provides surface for the diffusion of oxygen and carbon dioxide. That is not correct. That is exchange part, alveoli and alveolar duct. So the correct answer, fourth option. Okay, that is question number 161. Then, question number 163. Which of the following functions is not performed by secretions from salivary gland or salivary gland function? It controls bacterial population in mouth. Correct ആണ്, lysozymes ഒക്കെ ഉണ്ട്. Digestion of complex carbohydrates, a salivary amylase ഉണ്ട്. Lubrication of oral cavity, that's also done by salivary juice. Digestion of disaccharides. Disaccharides digest ചെയ്യാനുള്ള enzyme എവിടെയില്ല? നമ്മുടെ salivary amylase ഉള്ളൂ അല്ലെ. Disaccharide enzymes അതൊക്കെ intestinal enzymes, pancreatic enzymes. So digestion of disaccharide is not done by our salivary gland. So answer fourth option. Then question number 164. Tegmina of cockroach arise from tegmina, that is the forewing, tegmina or elytra, arise from mesothorax. Right, arise from mesothorax. And true wing arise from metathorax. So here the answer 2. That is question number 164. Then question number 166. Question number 166. Given below are two statements. Statement 1. The release of sperm into the seminiferous tubule is called spermiation. Yes, correct one. Release of sperm is called spermiation. And statement 2. Spermiogenesis is the process of formation of sperm from spermatogonia. It's a false statement because spermiogenesis is the formation of sperm from spermatid. So it's a wrong statement. So statement 1 is right and statement 2 is wrong. So here the correct answer, statement 1 is correct but statement 2 is incorrect. So third option. This is question number 166. Then question number 167. Which of the following is present between the adjacent bonds of the vertebral column? Adjacent bonds of the vertebral column. First one, intercalated disc, not intercalated disc, it's intervertebral disc, so this is wrong. And second one is cartilage. Yes, between adjacent vertebrae there is cartilaginous part, that is called intervertebral disc, not intercalated disc. So the correct answer is second option. Okay, this is question number 167, so answer 2. Then question number 168. In which of the following animal the digestive tract has additional chambers like a crop and gizzard? Birds and avian feature ആണ് crop and gizzard. So ഒരു avian group വേണം. So ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും avian group, that fourth one ആണ് Pavo, Psittacula and Corvus. That is an avian group. So the answer, the fourth option. So 168, fourth. Answer 4. Then question number 170. 170. Given below are two statements. Statement 1. Fatty acids and glycerols cannot be absorbed into the blood. Statement 2. That's correct. Fatty acids and glycerols cannot be absorbed into blood. That's the lymphatic system can absorb. Then statement 2. Specialized lymphatic capillaries called the lacteals carry chylomicrons into lymphatic vessels and ultimately into the blood. So, that's correct. So answer, both statements are correct. So first option, both statement 1 and 2 are correct. So answer first one. Then question number 173.
Which of the following is not a connective tissue? Blood is a connective tissue, fluid connective tissue. Adipose tissue is a loose connective tissue. Cartilage is a solid connective tissue. But neuroglia, it is not a connective tissue. It's a neural tissue cells. Okay. So question number 173, answer 4. So that's about zoology part. Next, at the part 1, at the start. Okay, thank you. Okay, so zoology next question is 175. 175 is a question from evolution. Natural selection, where more individuals acquire specific character value other than the mean character value. Other than the mean character value, answer is directional selection or directional change. So 175, option 2. 176. Nitrogenous waste is excreted in the form of pellets or paste by birds and reptiles. Ivide namukku pavo, hippocampus, salamandra, ornithorhynchus, pavo, bird, peacock. Option 176, option 4. 177. Assertion reason. 177. Given below are two statements. One is labeled as assertion A and other is labeled as reason R. Osteoporosis is characterized by decreased bone mass and increased chances of fracture. That is correct. Osteoporosis is characterized by decreased bone mass and increased chances of fracture. Reason, common cause of osteoporosis is, this is wrong, it should be decreased level of estrogen. So first option, assertion is correct, reason is wrong. Answer 3. 178. Under normal physiological condition, breathing and exchange of gases in human being, every 100 ml of oxygenated blood can deliver dash ml of oxygen to the tissues. 5 ml of oxygen can be delivered to the
tissues. 178. So further zoology question discussion will be continued. ഹായ്, ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. അങ്ങനെ നമ്മുടെ ഇത്ര നാളത്തെ അധ്വാനത്തിൻ്റെ ഫലം ഇന്നത്തോടെ അവസാനിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് എക്സാമൊക്കെ എളുപ്പമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ തീർച്ചയായിട്ടും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് കാണും എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട്, ശരിയല്ലേ? നമ്മുടെ ഇവിടുത്തെ എല്ലാ മോഡൽ എക്സാമും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പോൾ നമുക്ക് എന്തായാലും സമയമില്ല, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് കയറിയാണ്. ഇന്ന് നമ്മൾ സുവോളജിയിലെ 182 അല്ലെ, ക്വസ്റ്റ്യൻ നമ്പർ 182. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Given below are two statements. One is labeled as assertion A and the other is labeled as reason R. നോക്കാം, assertion all vertebrates are chordates but all chordates are not vertebrates അല്ലെ. ആ സ്റ്റെപ്പ് നമുക്കറിയാം എക്സാക്ട്ലി ട്രൂ ആണ് അല്ലെ. അടുത്തത് നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ വെർബ് കോളം ഇൻ ദ അഡൽട്ട് vertebrates, അതും ശരിയാണ്. അഡൽട്ട് vertebrates ആകുമ്പോൾ നോട്ടോകോഡ് റീപ്ലേസ് ചെയ്ത് വെർബ് കോളമായി മാറും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ vertebrates-ഉം കോഡേറ്റ്സ് എന്ന് പറയുന്നതും എന്നാൽ എല്ലാ കോഡേറ്റ്സും vertebrates അല്ല എന്ന് പറയുന്നതും അല്ലെ. ഇപ്പൊ ഇൻ ദ ലൈറ്റ് ഓഫ് ദി എബോവ് statements choose the most appropriate answer from the options given below. അതാണ് ഓക്കെ. ഒന്ന് both A അതായത് assertion and reason are correct and reason is the correct explanation of assertion, ശരിയല്ലയോ? So the correct answer goes to option 1 അല്ലേ. This one is the correct answer. അതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ അടുത്തിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 186 ആണ്. 186 നോക്കാം. ഇത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 വിത്ത് റെസ്പെക്ട് ടു മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ അല്ലെ ആൻഡ് ദ റെസ്പെക്റ്റീവ് ആക്ഷൻ. കോൺട്രാസ്റ്റ് മെത്തേഡും അതിന്റെ മോഡ് ഓഫ് ആക്ഷനും കറക്റ്റ്ലി മാച്ച് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 186 എന്ന് പറയുന്നത് നോക്കാം, ഡയഫ്രംസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ദേ കവർ ദ സെർവിക്സ് ബ്ലോക്കിംഗ് ദി എൻട്രി ഓഫ് സ്പേംസ് അല്ലെ. അപ്പം A4 അല്ലെ, A4 വന്നു. ദെൻ കോൺട്രാസെപ്റ്റീവ് പിൽസ് ദാറ്റ് വിൽ ഇൻഹിബിറ്റ് ഓവുലേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. അപ്പൊ B1 അല്ലെ. A4 B1 വരുന്ന ഓപ്ഷൻസ് ഇതിനകത്ത് ഏതൊക്കെയുണ്ട്? 1 ഉണ്ട് 2 ഉണ്ട് അല്ലെ. അതിലൊന്നാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഫാഗോസൈറ്റോസിസ് സ്പേം വിത്തിൻ ദ യൂട്രസ് C2 അല്ലെ. C2 വരും. അപ്പൊ നമുക്ക് തന്നെ C2 വരുന്ന ഓപ്ഷൻ ഇതിനകത്ത് സെക്കൻഡ് 1 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഗോസ് ടു ഓപ്ഷൻ 2 അല്ലെ. ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. കിട്ടിയില്ലേ? യെസ്. ഇനി നമുക്ക് തന്നെ ലാക്ടേഷൻ അമനോറിയ എന്ന് പറയുമ്പോഴേക്കും ആബ്സെൻസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ഓവുലേഷൻ ഫോളോയിങ് പാർച്യൂരീഷൻ അല്ലെ. D3 D3 കറക്റ്റ് അല്ലേ? ആൻസർ ഏതാണ്? സംശയമില്ല, സെക്കൻഡ് 1. നിങ്ങൾ ശരിയായി കാണുമല്ലോ അത്. യെസ്. ദെൻ വി ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 187ലേക്ക് വരാം. ഈ ക്വസ്റ്റ്യൻ നമുക്കറിയാം നമ്മുടെ എവല്യൂഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് ട്രൂ, ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അനലോഗസ് സ്ട്രക്ചേഴ്സ് ആർ എ റിസൾട്ട് ഓഫ് കൺവെർജന്റ് എവല്യൂഷൻ. ഇറ്റ് ഈസ് ആൻ ഇൻസേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പഠിപ്പിച്ച പറഞ്ഞാണ് ട്രൂ. അടുത്തത് സ്വീറ്റ് പൊട്ടറ്റോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അനലോഗി, ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ഹോമോലോഗി ഇൻഡിക്കേറ്റ്സ് കോമൺ ആൻസെസ്ട്രി, അതും ട്രൂ ആണ്. എന്നാൽ ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ ആർ പെയർ ഓഫ് ഹോമോലോഗസ് ഓർഗൻസ് അല്ല, ഇറ്റ് ഈസ് ഫോൾസ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്
ഓപ്ഷൻ 4 അല്ലേ? ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, then we going to question number 188. 182ലേക്ക് വരാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അക്വയർഡ് ഇമ്മ്യൂണിറ്റി സംബന്ധിച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണെന്ന് പറയണം. പ്രൈമറി റെസ്പോൺസ് ഈസ് produced when our body encounters a pathogen for the first time. That is a true statement. An amnestic response is elicited by on subsequent encounters with the same pathogen. It is also a true statement. An amnestic response is due to memory of first encounter. That is also true. Then acute immunity is non-specific type of defense present at the time of birth. അത് തെറ്റാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ 188ന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 4. So the correct answer goes to option 4th one. കിട്ടിയില്ലേ? യെസ്. then we going to question number 193ലേക്ക് വരാം. 193. ഓക്കെ, ഹായ് എവരിബഡി. നമ്മുടെ ഇന്നത്തെ പരീക്ഷ നമ്മൾ ബ്രില്യൻ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ക്വസ്റ്റ്യൻ വന്നത് അല്ലേ? ശരിയല്ലേ ഇത്? അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി നല്ല മാർക്ക് നല്ല സ്കോർ കിട്ടുമെന്നുള്ള ഉറപ്പാണ്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 121ലേക്ക് നമ്മൾ പോകുന്നു. ദ ഗേഷ്യസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് യൂസ്ഡ് ഇൻ പ്ലാന്റ്സ് ടു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഒരു പ്രയാസമില്ല. ടു പ്രൊമോട്ട് റൂട്ട് ഗ്രോത്ത് ആൻഡ് റൂട്ട് ഹെയർ ഫോർമേഷൻ ടു ഇൻക്രീസ് ദി അബ്സോർപ്ഷൻ ഓഫ് സർഫസ്. ശരിയല്ലേ? നമുക്ക് സമയം കളയേണ്ട. ആൻസർ ഓപ്ഷൻ 2 ആണ്. സോ നെക്സ്റ്റ് മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. then identify the correct set of statement. Question from morphology of flowering plant. The leaflets are modified into pointed hard thorn citrus and bougainvillea. അവിടെ തെറ്റാണ്. ലീഫ്ലെറ്റ് അല്ല, ലീഫിന്റെ മോഡിഫിക്കേഷൻ അല്ല. സിട്രസും ബൊഗൈൻവില്ലയും സ്റ്റെമിന്റെ മോഡിഫിക്കേഷൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 തെറ്റ്. ആക്സിലറി ബഡ് ഫോം സ്ലെൻഡർ ആൻഡ് സ്പൈറലി കോൾഡ് ടെൻഡർലിൻ, കുക്കുംബർ ആൻഡ് പംകിൻ. വളരെ കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ്. Stem is flattened and fleshy in opentia and modified to perform the function of leaf. വളരെ absolute right ആണ്. Rhizophora shows vertically upward growing roots that help to get oxygen for respiration. That is absolutely right option. Subaerially growing stem in grasses and strawberry helps in vegetative propagation. വളരെ കറക്റ്റ് ആണ്. അപ്പോൾ എ സ്റ്റേറ്റ്മെന്റ് മാത്രം തെറ്റ്, ബാക്കി ബി സി ഡി കറക്റ്റ് ആണ്. ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Then read the following statements about the vascular bundle. First statement നിങ്ങൾ നോക്കുക, ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നും. Then NCLA ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കുറച്ചൊരു ചെറിയ സ്ലൈഡ് ഡിഫറൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കറക്റ്റ് ആണെന്നൊക്കെ തോന്നും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, പക്ഷേ ചെറിയൊരു മിസ്സിംഗ് അവിടെ ഉണ്ട്. ഇൻ റൂട്ട് സൈലം ആൻഡ് ഫ്ലോയം ഇൻ എ വാസ്കുലർ ബണ്ടിൽ. നോക്കണം, റൂട്ടാണ്. സൈലം ആൻഡ് ഫ്ലോയം ഇൻ എ വാസ്കുലർ ബണ്ടിൽ ആർ അറേഞ്ച്ഡ് ഇൻ ആൻ ഓൾട്ടർനേറ്റീവ് മാനർ എലോങ് ദ ഡിഫറെന്റ്. അതിന്റെ സെക്കൻഡ് പാർട്ട് സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ്. പക്ഷേ റൂട്ടല്ലേ ഡിഫറെന്റ് റേഡിയസിലാണ് സൈലം ഫ്ലോയം ഇരിക്കുന്നത്. ദാറ്റ്സ് കറക്റ്റ്. പക്ഷേ സൈലം ആൻഡ് ഫ്ലോയം ഇൻ എ വാസ്കുലർ ബണ്ടിൽ, അതായത് ഒരു ബണ്ടിലിൽ തന്നെ സൈലവും ഫ്ലോയവും പ്രത്യേകം ഡിഫറൻസ് റേഡിയസ് എന്ന് പറയുമ്പോൾ ചെറിയ ക്ലാരിറ്റി കുറവുണ്ടത്. നമുക്ക് NCERT വിത്തിൻ വാസ്കുലർ ബണ്ടിൽ നിന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മളിവിടെ പറയുന്നത് ഒരു ബണ്ടിലിൽ തന്നെ ഒരു ബണ്ടിലിൽ സൈലവും ഫ്ലോയവും
ഡിഫറെൻറ്റ് റേഡിയസ് എന്ന് പറയുമ്പോൾ അത് അത്ര നമുക്ക് ആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. സോ ഇവിടെ ഉള്ളതിൽ നമുക്കിത് മോർ ആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അത് നമ്മൾ ഫോൾസ് ആക്കി എടുക്കുന്നു. ദെൻ കൺജോയിന്റ് ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ ഡു നോട്ട് പോസസ് കേമ്പിയം. ശരിയല്ലേ? കൺജോയിന്റ് ക്ലോസ്ഡ് ബണ്ടിലിൽ കേമ്പിയം ഇല്ല എന്ന് പറയുന്നു. വളരെ കറക്റ്റ് ആണത്. In open vascular bundle cambium is present in between xylem and phloem. Correct ആണത്. Then vascular bundle of dicot stem possess entire protoxylem. Absolute right. In monocotyledonous root usually there are more than 6 xylem. അതായത് നമുക്ക് എൻസിലെ ഡയറക്റ്റ് സെനൻസ് ആണ്. ദെൻ അങ്ങനെ നോക്കുമ്പോൾ ഏ സ്റ്റേറ്റ്മെന്റിൽ ഒരു ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്. എന്നിരുന്നാലും നമുക്കത് ഫോൾസ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ അതിനകത്തിൽ ഒരു ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് തോന്നും. ഒരു ബണ്ടിൽ തന്നെ സൈലത്തിലും ഫ്ലോയത്തിലും കൂടെ ഡിഫറെന്റ് റേഡിയസിലാണെന്ന് പറയുമ്പോൾ അത് ചെറിയ വ്യക്തത കുറവുണ്ട്. ദോ അത് തെറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി സി ഡി ഇ ആണെന്നതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. ബി സി ഡി ഇ ഓൺലി. ഓപ്ഷൻ സെക്കൻഡ് ആണ് നമുക്ക് റൈറ്റ് ആൻസർ. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു കുഞ്ഞുങ്ങളെ ഒരു സന്തോഷം പറഞ്ഞ് ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നീറ്റിൻ്റെ നമ്മുടെ ഈ വർഷത്തെ ഇന്നത്തെ പരീക്ഷയുടെ കംപ്ലീറ്റ് ആൻസർ കീയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ സൊല്യൂഷൻ കംപ്ലീറ്റ് നമ്മുടെ ബ്രില്യൻ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഹാപ്പി എല്ലാവരും ആൻസർ കീ നോക്കുക. നമുക്ക് നോക്കാം, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. X0 type of sex determination, that is one leg ചോദ്യം. Then direct question from NCERT. നമുക്ക് ഒന്നും ആലോചിക്കാനില്ല. ഓപ്ഷൻ 3 ഗ്രാസ്ഹോപ്പർ ആണ്. ശരിയല്ലേ? പോകാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നമ്മൾ സമയം കളയുന്നില്ല. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, alien species invasion and co-extinction are causes. Direct question from NCERT, that is biodiversity loss. നമുക്ക് ഒന്നും ആലോചിക്കാനില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Then which one of the following plants does not show plasticity? Question from plant growth and development. നമുക്കറിയാം പ്ലാസ്റ്റിസിറ്റി കാണിക്കുന്നവരാണ് കോട്ടൺ, കൊറിയാണ്, ബട്ടർ. അപ്പോൾ കാണിക്കാത്തത് മെയ്സ് മാത്രമേ ഉള്ളൂ എന്നറിയാം. സോ നമ്മൾ മൂവിംഗ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Then given below two statements. Statement 1 from photosynthesis, the primary carbon dioxide acceptant C4 plants is phosphoenol pyruvate, that is PEP, and is found in the mesophyll cell. ശരിയല്ലേ? primary carbon dioxide acceptor C4 പ്ലാന്റിന് mesophyll cellന്റെ സൈറ്റോപ്ലാസത്തിലാണ്. that is correct. Statement 2, mesophyll cells of C4 plants lack rubisco enzyme. നോക്ക്, mesophyll cells of C4 plants lack rubisco. rubisco ഉള്ളത് ബണ്ടിൽ ഷീറ്റിലാണ് C4 plant. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ both the statements are correct. Both statement 1 and 2 are absolutely right. Option 1 is the right answer. Moving to next question. Which one of the following statement is not true regarding gel electrophoresis? നമുക്ക് വേണ്ടത് not true, false ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഓർക്കണം. Then the process of extraction of separated DNA strands from gel is called elution. നമുക്ക് ഡയറക്റ്റ് സെനൻസ് ആണ്. കറക്റ്റ് ആണ്. The separated DNA fragments are stained by using a TDM bromide. Exactly right. In the presence of chromogenic substrate gives blue colored DNA strands on gel. അതെന്താണത്? നമുക്ക് പറയാം, അത് നമ്മൾ പ്ലാസ്മിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ റീകോമ്പിനൻസിനെയും ട്രാൻസ്ഫോർമേഷൻ സെലക്ട് ചെയ്യുന്ന കേസിലാണ് നമുക്ക് പറയുന്നത്. അതൊരിക്കലും ഇലക്ട്രോഫോറസിൽ വരുന്ന കാര്യമല്ല. സോ വരാത്താണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ, ഇലക്ട്രോഫോറസിൽ വരാത്തത്. Then bright orange colored bands on DNA can be observed in gel when exposed to UV light. നമ്മുടെ NCERT ഉണ്ട്. അപ്പോൾ അതൊക്കെ അതുമായിട്ട് കണക്റ്റഡ് ആണ്. കണക്റ്റഡ് അല്ലാത്തത് ഓപ്ഷൻ 3 ആണ്. കണക്റ്റഡ് അല്ലാത്തത് ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, പോകാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക്. Then moving to next question, the device which can remove particulate matter present in the exhaust from thermal power plant is called direct question ആണ് നമുക്കത് അല്ലേ. സോ ആൻസർ ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് precipitator. ഓപ്ഷൻ ഇ ആണ്. ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ. മൂവിംഗ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The appearance of recombination nodule on homologous chromosome during meiosis characterized by the site at which crossing over. ശരിയല്ലേ? ക്രോസിംഗ് നടക്കുന്നത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഓപ്ഷൻ 3 റൈറ്റ് ആൻസർ. Then go to next question. Then read the following statements and choose the set of correct statements.
യെസ്, വെൽക്കം ബാക്ക് ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് സുവോളജിയിൽ അവശേഷിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, അതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് തീർത്തേക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും ടയർഡായി കാണും, നമുക്ക് അധികം ദീർഘിപ്പിക്കുന്നില്ല, തുടങ്ങുകയാണ്. നമ്മൾ നേരത്തെ നിർത്തിയെടുത്ത് നമ്മൾ തുടങ്ങുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 191 ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സിനാപ്സസ്. സിനാപ്സസിനെ സംബന്ധിച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ മെംബ്രെയിൻസ് ഓഫ് പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ആർ ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി ഇൻ ആൻ ഇലക്ട്രിക്കൽ സിനാപ്സ്. ദാറ്റ് ഈസ് എക്സാക്ട്ലി ട്രൂ അല്ലേ. അതുപോലെ ഇലക്ട്രിക്കൽ current can flow directly from one neuron into the other across the electrical synapse. It is also a true statement. Then chemical synapses use neurotransmitters like acetylcholine. It is also a true statement. Then impulse transmission across a chemical synapse is always faster than that across an electrical synapse. അങ്ങനെ വരുവോ? ഒരിക്കലുമില്ല. It is false. അല്ലേ? So the correct answer goes to option fourth one. അല്ലേ? Fourth one is the correct answer ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. Okay? Then we going to question number. ഇനി നമ്മൾ 194th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Okay? 194 നോക്കാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ദി ഏട്രിയ വെന്റിക്കുലർ നോഡ് ജനറേറ്റ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ടു സ്റ്റിമുലേറ്റ് ഏട്രിയൽ കൺട്രാക്ഷൻ. അല്ല, ഏട്രിയൽ കൺട്രാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എസ് നോഡാണ്. അപ്പോൾ ഇത് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ട്രൈക്കസ്പിഡ് ആൻഡ് ദ ബൈക്കസ്പിഡ് വിൽ ഓപ്പൺ ഡ്യൂ ടു ദ പ്രഷർ എക്സർട്ടഡ് ബൈ ദ സൈമൾട്ടേനിയസ് കൺട്രാക്ഷൻ ഓഫ് ഏട്രിയ. അല്ല, AV വാൾസ് വെൻട്രിക്കുലർ സിസ്റ്റോൾ അവസാനിച്ച് കഴിഞ്ഞാൽ ഡയസ്റ്റോൾ ബിഗിൻ ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി തുറന്നു കഴിയും. അപ്പോൾ അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. Then blood moves freely from atrium to the ventricle during joint diastole. It is a true statement. അല്ലേ? ഇനി increased ventricular pressure causes closing of semilunar valves. അല്ല, increased ventricular pressure causes closing അല്ല, opening ആണ്. അപ്പോൾ ഇത് false ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് statement is correct ഏതാണെന്നാണ്. അപ്പോൾ നമുക്ക് ആൻസർ ഏതാണ്? ഓപ്ഷൻ 3 അല്ലേ. തേർഡ് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്താണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇനി നമുക്ക് എന്നാൽ ക്വസ്റ്റ്യൻ നമ്പർ 197ലേക്ക് വരാം. 197th ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ലോക്കോമോഷൻ മൂവ്മെന്റ്, അതുപോലെ നമുക്ക് ഏതും പറയാൻ പറ്റും കെമിക്കൽ കോർഡിനേഷൻ അല്ലേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ നോട്ട് ദ എഫക്ട്സ് ഓഫ് പാരാതൈറോയ്ഡ് ഹോർമോൺ. പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ എഫക്ട്സ് അല്ലാത്തത് PTH സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് ബോൺ റിസോർപ്ഷൻ. അത് അവരുടെ എഫക്റ്റ് ആണ്. അതുപോലെ ഡിക്രീസസ് കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ്. അല്ല, ദേ വിൽ ഓൾവേസ് ഇൻക്രീസസ് കാൽഷ്യം ലെവൽ ആണ്. അപ്പോൾ ഇത് അതിൻ്റെ എഫക്റ്റ് അല്ലാത്തതാണ് അല്ലേ. പിന്നെ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ബൈ റീനൽ ട്യൂബ്യൂൾസ്, അത് അതിൻ്റെ ഫംഗ്ഷൻ ആണ്. അടുത്തത് ഡിക്രീസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഫ്രം ഡൈജസ്റ്റഡ് ഫുഡ് അല്ലെ. ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്നും ഏതാണ് കാൽഷ്യത്തിന് അബ്സോർബ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യിക്കുന്നു അല്ലെ, ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത നമ്മൾ പറയുന്നത് ഏതാണ്? ഇത് തെറ്റാണ്. അതുപോലെ തന്നെ ഇൻക്രീസസ് മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, അത് ഇതുമായിട്ട് റിലേറ്റഡ് അല്ല. അപ്പോൾ ഇതാ നോട്ട് ദ ഫംഗ്ഷൻ ഓഫ് പാരാതൈറോയ്ഡ് ഹോർമോണാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും B അതിന്റെ ഫംഗ്ഷൻ അല്ല, D അതിന്റെ ഫംഗ്ഷൻ അല്ല, Eയും അതിന്റെ ഫംഗ്ഷൻ അല്ല. അപ്പം B, D, E ഓൺലി. അപ്പം നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ 2 അല്ലെ, സെക്കൻഡ് വൺ. ഇതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 187. Then we going to question number 199. 199ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ബ്രോങ്കിയോൾസുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണ്? സീലിയേറ്റഡ് എപ്പിത്തീലിയം അല്ലെ, A4. ഇവിടെ A4 എന്ന ഓപ്ഷൻ ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത് തന്നെയാണ് ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. 191. ഇനി നമുക്ക് ഒരു ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഗോബ്ലഡ് സെൽസ് ഒരു ഗ്ലാൻഡുലാർ ടിഷ്യൂ ആണ്. ടെൻഡൻസ് ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ദെൻ അഡിപ്പോസ് ടിഷ്യൂ ഈസ് an എക്സാമ്പിൾ ഫോർ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ അല്ലെ. അപ്പോൾ നമുക്ക് ആൻസർ ഈസ് ഓപ്ഷൻ 1 തന്നെയാണ്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇടയ്ക്ക് നമുക്ക് നേരത്തെ വിട്ടുപോയായിരുന്നു ചെയ്യാൻ. സുവോളജിയില ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വിട്ടുപോയായിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 154 അതിലേക്കാണ് നമ്മളിനി വരുന്നത്. 154th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഫോർ ശരിയായിട്ടുള്ളത് ട്രൂ ഫോർ സ്പെർമാറ്റോജെനസിസ് ബട്ട് ഡു നോട്ട് ഹോൾഡ് ട്രൂ ഫോർ ഊജനിസിസ്. സ്പെർമാറ്റോജെനസിസിനെ സംബന്ധിച്ച് ശരിയാണ്, പക്ഷെ ഊജനിസിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഒന്ന്, ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് ഗാമീറ്റ്സ്. അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. പിന്നെ രണ്ടുപേരെ സംബന്ധിച്ചും ഡിഫറൻസിയേഷൻ ഓഫ് ഗാമേറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് മിയോസിസ്. അതും രണ്ടിടത്തും എക്സാക്ട്ലി ട്രൂ ആണ്. പിന്നെ നമ്മൾ പറയുന്നത് മിയോസിസ് ഒക്കേഴ്സ് കണ്ടിന്യൂസ്ലി ഇൻ എ മൈറ്റോട്ടിക്കലി ഡിവൈഡിങ് സ്റ്റെം സെൽ പോപ്പുലേഷൻ. ഇല്ല, മൈറ്റോട്ടിക്കലി ഡിവൈഡിങ് സ്റ്റെം സെൽ പോപ്പുലേഷനകത്ത് ഊജനിസിസിലെ മിയോസിസ് കണ്ടിന്യൂസ് നടക്കുന്നില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് റെസ്റ്റിംഗ് സ്റ്റേറ്റും സെക്കൻഡ് റെസ്റ്റിംഗ് സ്റ്റേറ്റും ഒക്കെ അവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പോൾ അതൊരു ഫോൾസ് ആണ്. ഇനി ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ ലൂട്ടനൈസ് ഹോർമോൺ ഓർ LH ആൻഡ് ഫോളിക്കൽ സ്റ്റിമുലേറ്റർ ഹോർമോൺ ഓർ FSH സെക്രട്ടഡ് ബൈ ദ ആൻറ്റി പിറ്റ്യൂട്ടറി. ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് റിഗാർഡഡ് വിത്ത് സ്പെർമാറ്റോജെനിസിസ് ആൻഡ് ഊജനിസിസ് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞ ഇറ്റ് ഈസ് ഇനീഷ്യേറ്റഡ് അറ്റ് പ്യൂബർട്ടി. അല്ല, ഊജനിസിന്റെ കാര്യത്തിൽ അത് തുടങ്ങുന്നത്
എയർലി എംബ്രിയോണിക് സ്റ്റേജിലാണ് അല്ലേ. അപ്പോൾ ഇതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റാണ്. അപ്പോൾ അവിടെ സ്പെർമാറ്റോജനിസിനെ സംബന്ധിച്ചും ഊജനിസ് സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ അതിന് രണ്ടിനും കോമൺ ആയിട്ട് വരാത്തത് ഏതൊക്കെയാ? നമ്മൾ പറഞ്ഞ സി ആൻഡ് ഇ അല്ലെ. അങ്ങനെ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 1 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഗോസ് ടു ഓപ്ഷൻ 1. ഇടിയില്ലേ? ഇത്രയാണ് നമ്മുടെ പ്യുവർ സുവോളജി ചാപ്റ്റേഴ്സ് നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് ഇത്ര നമ്മൾ ഓൾറെഡി ഡിസ്കസ് കഴിഞ്ഞു. ഇനി നമുക്ക് തന്നെ വീണ്ടും ബോട്ടണി ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ആരും പോകരുത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബോട്ടണിയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ബാക്കി നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദി സെറ്റ് ഓഫ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് സെല്ലും മോളിക്കുലർ ബേസിസ് ഓഫ് നമ്മൾ കണക്ഷനാണ് ചാപ്റ്റർ ക്വസ്റ്റ്യൻ. യു ക്രോമാറ്റിൻ ഈസ് ലൂസ്ലി പാക്ഡ് ക്രോമാറ്റിൻ. വളരെ കറക്റ്റാണ്. നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടതും. ദെൻ ഹെട്രോക്രോമാറ്റിൻ ഈസ് ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് അല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹെട്രോക്രോമാറ്റിൻ ഈസ് ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് അല്ല, യു ക്രോമാറ്റിൻ അല്ല ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ്. ഹെട്രോക്രോമാറ്റിൻ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ തെറ്റാണ് സ്റ്റേറ്റ്മെന്റ്. ഹിസ്റ്റോൺ ഓപ്റ്റാമർ ഈസ് റാപ്പിഡ് ബൈ നെഗറ്റീവ്ലി ചെറിയ DNA ന്യൂക്ലിയോസോം. വളരെ കറക്റ്റ് ആണ്. ദെൻ ഹിസ്റ്റോൺസ് ആർ റിച്ച് ഇൻ ലൈസിൻ ആൻഡ് ആർജിനിൻ. എക്സാക്ട്ലി. ദെൻ എ ടിപ്പിക്കൽ ന്യൂക്ലിയോസോം കണ്ടെയ്ൻ 400 ബേസ് പെയർ തെറ്റല്ലേ, 200 അല്ലേ വരേണ്ടത്. അപ്പോൾ അത് തെറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ബി തെറ്റ്, ഇ തെറ്റ്. സോ കറക്റ്റ് ACD ഓൺലി. ഞാൻ എൻ്റെ ബ്രില്യൻ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാരണം നമ്മുടെ ഒരു മോഡൽ എക്സാമിൻ്റെ നമ്മുടെ അവസരം നടന്ന നമ്മുടെ റിവിഷൻ മോഡലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇതുപോലെ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ശരിയല്ലേ? അതുകൊണ്ട് നമ്മുടെ ബ്രില്യൻ്റ് എല്ലാവർക്കും വേണ്ടിയാണിത്. എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ മൂവിങ് ടു അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following never occurs during mitotic cell division? Okay, never occurring during mitosis ആണ്. Go to answer pairing of homologous chromosome. മിയോസിൽ മാത്രമല്ലേ ഉള്ളൂ. ഓപ്ഷൻ 3 ആണ് മൈറ്റോസിൽ ഇല്ലാത്തത് അല്ലേ. occurs never occurs during mitosis എന്ന് പറയുമ്പോൾ pairing of homologous chromosome അല്ലേ. അത് മിയോസിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് എല്ലാം മൈറ്റോസിൽ വരുന്നതാണ്. സോ നമുക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. Which one of the following statements cannot be connected to predation? Cannot be connected to എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ okay, it helps in maintaining species diversity in a community അല്ലേ. അവിടെ നമുക്ക് cannot be predicted വേണ്ടത്. ഇത് നമുക്ക് വേണം. അപ്പോൾ ഇതിനകത്തിൽ നമുക്ക് ചേരുന്നതാണ്. അത് നമുക്ക് വേണ്ട ആൻസർ. It might lead to extinction of a species. കറക്റ്റ് ആണ്. വരാം. might be വല കറക്റ്റ് ആണ്. Both the interacting species are negatively impacted. Both the species predation ആണ്. Both the species are negatively impacted ആണോ? അല്ല. അപ്പോൾ അത് തെറ്റാണ്. സോ cannot be predicted എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ 3 ആണ്. It is necessitated by nature to maintain ecological balance. അതൊക്കെ വേണം, കണക്റ്റഡ് ആണ്. അപ്പോൾ കണക്റ്റഡ് അല്ലാത്തത് ഓപ്ഷൻ 3. ദാറ്റ് ഈസ് നമ്മുടെ ആൻസർ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Then which one of the following plants show vexillary extivation and a diadelphous condition? നിങ്ങൾക്ക് ഒറ്റ ക്ലൂ എന്ന് കിട്ടും. വെക്സിലറി എക്സ്റ്റിവേഷൻ കാണിക്കുന്നത് ഏത് ഫാമിലിയിലാണ്? ഫാബേസി ഫാമിലി മാത്രം. ആ ഫാമിലിയിലെ ഒരേ ഒരു പ്ലാന്റേ ഉള്ളൂ. പൈസം സറ്റയും ബാക്കിയൊക്കെ നമുക്ക് ഒഴിവാക്കാം. കോൾക്കിസം ലിലിയേസിയെ, അലിയം സീപ്പ, എഗെയിൻ ലിലിയേസിയെ, സുലാനം ഡയഗ്രാം, സുലാനസിയെ മാറ്റി നമ്മൾ ആൻസർ പൈസം സറ്റേഴ്സിലേക്ക് എത്തി. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Then given below two statements, one is labeled as assertion A and other is labeled. നമുക്ക് നോക്കാം. Question from biotechnology. Then polymerase chain reaction is used in DNA amplification. Correct ആണത്. Then ampicillin resistant gene is used as a selectable marker to check transformation. അതും കറക്റ്റ് ആണ്. അപ്പൊ നോക്കിയേ, നമുക്ക് ഓപ്ഷൻ വെച്ചിരിക്കുന്നത് രണ്ട് സ്റ്റെപ്പിനും കറക്റ്റ് ആണ്. പക്ഷേ റീസൺ അസർഷന് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അങ്ങനെയാണെങ്കിൽ both A and R are correct, but R is not the correct explanation of option A. Option second is the right answer. Okay.
ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനിലേക്ക് വരാം. അത്യാവശ്യം നമ്മൾ ബ്രില്യനിലെ പിള്ളേർക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 136, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓട്ടോസോം ലിങ്ക്ഡ് ഡൊമിനൻ്റ് ട്രൈറ്റ്? സിക്കിൾ സെൽ അനീമിയ, മയോട്ടോണിക് ഡിസ്ട്രോഫി, ഹീമോഫീലിയ ആൻഡ് തലാസീമ. ഇതിനകത്ത് ഒരെണ്ണം മാത്രമാണ് ഡൊമിനൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്കറിയാം, ഓപ്ഷൻ സിമ്പിളാണ്. മയോട്ടോണിക് ഡിസെൻട്രി, സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, തലാസീമിയ ഒക്കെ റെസസീവ് ആണ്. അതിനകത്ത് ഓട്ടോസോമിലും ഉണ്ട്, അതുപോലെ തന്നെ എക്സ് ലിങ്ക്ഡും ആയിട്ടുള്ളതുകൊണ്ട്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2, മയോട്ടോണിക് ഡിസ്ട്രോഫി. Then question number 137, if a genetist used the blind approach for sequencing the whole genome of an organism followed by assignment of function to different segments, the methodology adopted by him is called as sequence annotation, gene mapping, expressed sequence tag, bioinformatics. Very simple, it is sequence annotation. Okay, ഡയറക്റ്റ് ആയിട്ട് NCERT-യിൽ തന്നെ പറയുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള അതിൻ്റെ മീനിങ് ആണ് സീക്വൻസ് അനോട്ടേഷൻ ഉദ്ദേശിച്ചിരിക്കണേ. Then question number 138, another simple ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ട്രാൻസ്പോസോൺ ക്യാൻ ബി യൂസ്ഡ് ഡ്യൂറിങ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, ജീൻ സൈലൻസിങ്, ഓട്ടോ റേഡിയോഗ്രാഫി, ജീൻ സീക്വൻസിങ്. ബയോടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് RNA ഇന്റർഫറൻസിന്റെ ഡീറ്റെയിൽ. സോ അതിന്റെ പാർട്ടായിട്ട് വരുന്ന ജീൻ സൈലൻസിങ് ആണ് ഇവിടെ ആൻസർ കറക്റ്റ് ആയിട്ട് വരേണ്ടത്. സോ ഓപ്ഷൻ 2. Then question number 139, while explaining interspecific interaction of population, plus sign assigned for beneficial interaction, minus sign is assigned for detrimental interaction, and 0 for neutral interaction. Which of the following can be assigned plus for one species and minus for another species involved in interaction? ചോദിച്ചിരിക്കുന്നത് രണ്ട് സ്പീഷീസ് പരസ്പരം ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് പ്ലസും ഒരാൾക്ക് നെഗറ്റീവും, ഒരാൾക്ക് ഗുണവും ഒരാൾക്ക് ദോഷവും, അങ്ങനെയുള്ള ഇന്ററാക്ഷൻ ഏതാന്നാ? പ്രിഡേഷൻ. ദാറ്റ്സ് ആൻസർ. അയാൾക്ക് പോസിറ്റീവും നെഗറ്റീവും ആണ്. അമൻസാലിസം ഒന്ന് നെഗറ്റീവ് ഒന്ന് ന്യൂട്രൽ ആണ്. കമൻസാലിസത്തിൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് ന്യൂട്രൽ. കോമ്പറ്റീഷൻ നെഗറ്റീവ് ഇന്ററാക്ഷനാ. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1, പ്രിഡേഷൻ ആണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 140, സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം, ശ്രദ്ധിച്ചോളൂ. ലെസിത്തിൻ ഫൗണ്ട് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ ഇസ് എ ഗ്ലൈക്കോലിപ്പിഡ്. അല്ല, ലെസിത്തിൻ ഇസ് എ ഫോസ്ഫോലിപ്പിഡ് ആണ്. അപ്പൊ ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് പൊസസ് 1 or more കാർബൺ ഡബിൾ ബോണ്ട്. തെറ്റാണ്. സാച്ചുറേറ്റഡിന്റെ കണ്ടീഷനിലല്ലേ പറയാൻ പറ്റുന്നത്. അപ്പൊ ഇതും റോങ് ആണ്. ജിഞ്ചർലി ഓയിൽ ഹാസ് ലോവർ മെൽറ്റിംഗ് പോയിന്റ്, ഹെൻസ് റിമൈൻ ആസ് ഓയിൽ ഇൻ വിന്റർ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഓയിലി നേച്ചർ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. Then lipids are generally insoluble in water but soluble in some other organic solvent. ശരിയല്ലേ? വാട്ടറിൽ ഇൻസോലിബിൾ ആണ്, പക്ഷെ വേറെ ചില സോൾവെന്റിൽ അത് സോലിബിൾ ആണെന്നുള്ള കൺസെപ്റ്റും പറയാം. സോ ഓപ്ഷൻ ഡി ആണ്. സോറി, ഡി ഓപ്ഷനും കറക്റ്റ് ആണ്. Then when fatty acid is esterified with glycerol, monoglycerides are formed. ഒരു ഫാറ്റി ആസിഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കാം. എസ്റ്ററിഫൈ ചെയ്താൽ ഗ്ലിസറോളുമായിട്ട് ചേർന്നാൽ മോണോഗ്ലിസറൈഡ് ആയിട്ട് കിട്ടും. അപ്പൊ അതും ശരിയാണ്. സോ ഹിയർ എ റോങ് ആണ്, ബി റോങ് ആണ്, പക്ഷെ സിയും ഡിയും ഇയും കറക്റ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. സോ ഹിയർ നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ CDE എന്ന് കിട്ടണം. ABC അല്ല, ADE അല്ല, CDE. ദാറ്റ്സ് എ കറക്റ്റ് വൺ. ABDU അല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഹിയർ ദ സ്റ്റേറ്റ്മെന്റ് C, D ആൻഡ് E ആർ കറക്റ്റ്. എയും ബിയും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ്. Then question number 141, addition of more solutes in a given solution will. ഒരു സൊല്യൂഷൻ അതോട് സൊല്യൂട്ട് ഇട്ടാൽ എന്ത് സംഭവിക്കും? റൈറ്റ്സ് ഇറ്റ്സ് വാട്ടർ പൊട്ടൻഷ്യൽ. വാട്ടർ മോളിക്യൂളിന്റെ ഫ്രീ എനർജിയാണ് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അത് പ്യുവർ വാട്ടറിന് കൂടുതലാണ്, 0 ആണ്. ഒരു സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ വാല്യൂ നെഗറ്റീവ് ആണ്. ശരിയല്ലേ? വാട്ടർ പൊട്ടൻഷ്യൽ വാല്യൂ നെഗറ്റീവ് ആണ്. ഇഫ് സൊല്യൂട്ട് ആഡ് ചെയ്തു, സൊല്യൂട്ട് കൂടുതൽ ആടുമ്പോൾ ഫ്രീ എനർജി കുറയും. സോ വാട്ടർ പൊട്ടൻഷ്യൽ കുറയുക ചെയ്യേണ്ടത്. ലോവർ ഇറ്റ്സ് വാട്ടർ പൊട്ടൻഷ്യൽ, അത് കറക്റ്റ് ആണ്. മേക്ക് ഇറ്റ്സ് വാട്ടർ പൊട്ടൻഷ്യൽ 0 എന്നുള്ളത് തെറ്റാ. കാരണം സൊല്യൂട്ട് ആഡ് ചെയ്താൽ കോൺസെൻട്രേഷൻ കൂടും, സൊല്യൂട്ട് കൂടും അല്ലേ ചെയ്യുന്നേ? അങ്ങനെയല്ലല്ലോ. ദെൻ നോട്ട് അഫക്റ്റഡും അല്ല. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ് നമുക്ക് പറയാൻ പറ്റുന്ന ഓപ്ഷൻ. വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുന്ന കണ്ടീഷനാണ് സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 142ന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോയാൽ ജനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ.
അസേർഷൻ റീസൺ ആയിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് എക്സ്പ്ലനേഷൻ ഉണ്ടോ എന്നുള്ളൊരു കൺസെപ്റ്റുമാണ് നമുക്ക് നോക്കാം. Mendel's law of independent assortment does not hold good for the gene that are located closely on the same chromosomes. Okay, here നമുക്ക് പറയാൻ പറ്റും, കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. മെൻഡൽസിന്റെ ലോയുടെ കാര്യമൊക്കെ നിങ്ങൾ പഠിക്കുന്ന ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, പക്ഷെ കറക്റ്റ് ആയിട്ട് അങ്ങനെ ഇല്ലെങ്കിലും ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിൽ പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, സെക്കൻഡ് വൺ, ക്ലോസ്ലി റിലേറ്റഡ് ജീൻസ് അസോർട്ട് ഇൻഡിപെൻഡന്റ്ലി. ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ജീൻസിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഇത് റോങ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാം, കാരണം ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളിലും എയും ആറും കറക്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്പ്ലനേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്, അത് തെറ്റാ. ഹിയർ എ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, ആറ് പക്ഷേ നോട്ട് കറക്റ്റാ. എ ഇൻകറക്റ്റും ആറ് കറക്റ്റും നമുക്ക് എടുക്കാനും പറ്റൂല. സോ ഹിയർ ദ ബെസ്റ്റ് ആൻസർ ഓപ്ഷൻ 3. അസേർഷൻ ഈസ് കറക്റ്റ് ബട്ട് ദ റീസൺ ഈസ് ഇൻകറക്റ്റ്. കാണുമ്പോൾ അസേർഷൻ റീസൺ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണെങ്കിലും അതിന്റെ ചോയ്സിന്റെ കണ്ടീഷനിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അതിലേക്ക് പോകാൻ പറ്റുന്ന കണ്ടീഷൻ തന്നെയാണ്. എന്ന് വെച്ചാൽ എന്താ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് രണ്ടും ഇൻകറക്റ്റ് എന്നുള്ളൊരു ഓപ്ഷനും ഇല്ലല്ലോ. എനിവേ ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ മേ ബി കൺസിഡർ ചെയ്യാം, പക്ഷേ ക്ലോസ്ലി ലൊക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് അങ്ങനെ ഇൻഡിപെൻഡന്റ്ലി അസോർട്ട് ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നമ്പർ 143 നിങ്ങൾക്കൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ അത് കംപ്ലീറ്റ് അല്ല, ഫിഗർ ആണ്. നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നമുണ്ട്. വിച്ച് പാർട്ട് ഓഫ് ദ ഫ്രൂട്ട് ലേബിൾഡ് ഇൻ ദ ഗിവൺ ഫിഗർ മേക്സ് ഇറ്റ് എ ഫോൾസ് ഫ്രൂട്ട്. കാണിച്ചിരിക്കുന്ന ഫ്രൂട്ട് ഫോൾസ് ഫ്രൂട്ട് ആകാനുള്ള കാരണം എന്താണെന്ന ചോദ്യം. എ മീസോകാർപ്പ്, ബി എൻഡോകാർപ്പ്, സി തലാമസ്, ഡി സീഡ്. ആ പടം നോക്കുമ്പോൾ കാര്യം മനസ്സിലാകും. സി തലാമസ് ആണ്. അത് ഡെവലപ്പ് ചെയ്ത് സീഡിലേക്ക് അല്ലെങ്കിൽ ഫ്രൂട്ടിന്റെ കൺസെപ്റ്റിലേക്ക് എത്തുന്നതുകൊണ്ട് ആ ഫോൾസ് ഫ്രൂട്ട് എന്നുള്ള കണ്ടീഷനിൽ പറയാൻ പറ്റുക. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, ഓപ്ഷൻ 3. Then question number 144, which one of the following will accelerate phosphorus cycle? ഫോസ്ഫറസിന്റെ സൈക്കിളിൽ സോയിലിൽ ഫോസ്ഫറസ് എത്താനുള്ള ഓപ്ഷൻ ആണ്. ഫോസ്ഫറസ് സോയിലിൽ എത്താൻ വെതറിംഗ് ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് റോക്സും ഉണ്ട്, വെതറിംഗ് ആൻഡ് ബ്രേക്ക് ഡൗൺ ഓഫ് റോക്കും ഉണ്ട്, ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഉണ്ട്. ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽ അല്ല, അത് കാർബൺ ഡൈഓക്സൈഡുമായിട്ട് ബന്ധപ്പെട്ട വോൾക്കാനിക് ആക്ടിവിറ്റി അതാ. വെതറിംഗ് ഓഫ് റോക്ക് ഉണ്ട്, റെയിൻഫോൾ ആൻഡ് സ്ട്രോംസ് അതുമല്ല. രണ്ട് കാരണങ്ങൾ വഴി ഫോസ്ഫറസിന്റെ സൈക്കിൾ എത്തുന്നെന്ന് കേട്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് വെതറിംഗ് ആൻഡ് ബ്രേക്ക് ഡൗൺ ഓഫ് റോക്സും ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്ററുമാണ്. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Question number 145. In the following palindromic base sequence of DNA, which one can be cut easily by particular restriction enzymes? Restriction enzymes കട്ട് ചെയ്യുന്ന സീക്വൻസ് ഏതാണെന്ന് നോക്കി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 5' ഓപ്ഷൻ 2 ആയിട്ട് എടുക്കാൻ പറ്റും. GAATTC ആൻഡ് 3' നിന്ന് CTTAAGG എന്നുള്ള ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ബാക്കി ചോയ്സ് ഒക്കെ ബാക്കി നോക്കുമ്പോഴത്തേക്കും നമുക്ക് ക്ലിയർ ആവും അല്ലെ. ആ റെസ്ട്രിക്ഷൻ എൻസൈമിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന സീക്വൻസ് അതാ. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. Then question number 146ലേക്ക് പോവാണ്. The entire fleet of buses in Delhi were converted to CNG from diesel. ഡീസലിൽ നിന്ന് ബസ്സുകളിൽ CNG ഓപ്പറേറ്റഡ് ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. In reference to this, which one of the following statement is false? CNG burn more efficiently than diesel. ശരിയല്ലേ? കാരണം പെട്രോളും ഡീസലും പോലെ പാർഷ്യൽ അല്ല, ഇത് ഫുള്ളായിട്ട് കമ്പഷൻ ആണ്. അപ്പോൾ പൊല്യൂഷൻ പ്രോബ്ലം കുറവാണ്. ദ സെയിം ഡീസൽ എഞ്ചിൻ ഈസ് യൂസ്ഡ് ഇൻ CNG ബസ് മേക്കിംഗ് ദ കോസ്റ്റ് ഓഫ് കൺവേർഷൻ ഈസ് ലോ. ഇസ് എ റോങ് വൺ. സെയിം എഞ്ചിൻ ഉപയോഗിക്കാൻ പറ്റില്ല. CNG ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന എഞ്ചിനല്ലേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് തെറ്റാ. ഇറ്റ് ഈസ് ചീപ്പർ ദാൻ ഡീസൽ. ഡീസലും പെട്രോളിനെക്കാളും ചീപ്പർ ദാൻ ഒക്കെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഇറ്റ് കനോട്ട് ബി അഡൾട്ടറേറ്റ് ലൈക്ക് ഡീസൽ. ഡീസലും പെട്രോളും പോലെ അഡൾട്ടറേഷനും പറ്റിയല്ല, മായം ചേർക്കാനും കള്ളന്മാർക്ക് അടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റുകയില്ല എന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ശരിയാ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇറ്റ് ഈസ് ഫോൾസ് ആ കണ്ടുപിടിക്കേണ്ടത്. സോ ഓപ്ഷൻ 2 നമുക്ക് ഇതിനെ സംബന്ധിച്ച് ഫോൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 147ലേക്ക് നമ്മൾ കയറുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഡീറ്റെയിലേക്ക് നമുക്ക് വരാം. The anatomy of spring wood show some peculiar features. Identify the correct set of statement about spring wood. Spring wood എന്ന് വെച്ചാൽ ഏർലി വുഡ്, വുഡിന്റെ സെൻട്രൽ റീജിയനിൽ കാണപ്പെടുന്ന പോർഷൻ അല്ലേ, അതിനെ സംബന്ധിച്ചുള്ള അറിയേണ്ടത്. ഇറ്റ് ഈസ് ഓൾസോ കോൾസ് ആസ് ഏർലി വുഡ്. ശരിയാ, ലേറ്റ് വുഡ് ഓട്ടം വുഡ് ആണ്. ഇൻ സ്പ്രിംഗ് സീസൺ
Cambium produces xylem element with a narrow vessel. സ്പ്രിംഗിൽ കേംബിയത്തിന്റെ ആക്ടിവിറ്റി കൂടുതലാണ്, അപ്പോൾ ഉണ്ടാകുന്നത് നാരോ അല്ല വൈഡർ ആണ്. തെറ്റാണ്. Then it is light in color. സെൻട്രൽ റീജിയൻ ഓഫ് വുഡ് സ്പ്രിംഗ് വുഡ് അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാകുന്നത് ലൈറ്റ് ആണ്. ശരിയാണ്. The spring wood along with autumn wood show alternate concentric ring forming annual ring. ശരിയല്ലേ? സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ആനുവൽ റിംഗ്. കറക്റ്റാ. ഇറ്റ് ഹാസ് ലോവർ ഡെൻസിറ്റി. അതും ശരി തന്നെയായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ബി ഓപ്ഷൻ മാത്രം നമ്മളിവിടെ തെറ്റായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. എ ശരിയാ, സി ശരിയാ, ഡി ശരിയാ, ഇ ശരിയാ. എ ബി ഡി ഇ അല്ല, എ സി ഡി ഇ അതാണ് കറക്റ്റ് ആൻസർ. എ ബി ഡിയും സി ഡി ഇ ഒന്നും അല്ല. സോ ഓപ്ഷൻ 2 കറക്റ്റ് ആയിട്ട് എടുക്കാം. കാരണം സെക്കൻഡ് ഓപ്ഷൻ തെറ്റും, ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ട് പറയാം. സ്പ്രിംഗ് വുഡ് ഏർലി വുഡാണ്, കൂടുതൽ ഉണ്ടാകുന്ന വൈഡർ ആയിട്ടുള്ള എലമെന്റ് ആണ്, ലൈറ്റ് കളേർഡ് ആണ്, ലോ ഡെൻസിറ്റി വുഡാണ്. ഇതും ഓട്ടം വുഡ് കൂടെ കയറുമ്പോൾ കേമ്പിയൽ റിംഗ് ആയിട്ട് മാറുന്നുണ്ട്. ഫംഗ്ഷൻ ന്യായമായിട്ട് വെള്ളം കയറ്റുന്ന കണ്ടീഷനിലൊക്കെ ഉണ്ട്. സോ ആൻസർ ഹിയർ ഈസ് 2. ക്വസ്റ്റ്യൻ നമ്പർ 148. What is the role of large bundle sheath cell found around the vascular bundle in C4 plants? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. To provide the site for photorespiratory pathway. ആണോ? അല്ല. ചോദ്യം എങ്ങനെയാ? ലാർജ് ബണ്ടിൽ ഷീത്ത് സെൽ അറൌണ്ട് ദ വാസ്കുലാർ ബണ്ടിൽ ഇൻ C4 പ്ലാന്റ് എന്നാ. ശരി. To increase the number of chloroplast for the operation of Calvin cycle. അത് കറക്റ്റാ. To enable the plant to tolerate high temperature. അതിനു വേണ്ടിയിട്ടാണോ? അല്ല. To protect the vascular from high light intensity. അതുമല്ല. So here the best explained answer is option 2. To increase the number of chloroplast for the operation of Calvin cycle എന്നുള്ളതാണ്. Okay. Then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കയറുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 149. ശരി, ശ്രദ്ധിച്ചോളൂ. മാച്ച് ദ ഫോളോയിങ് കൈൻഡ് ഓഫ് ലൈഫ് സൈക്കിൾ എക്സിബിറ്റ്. നമുക്ക് നോക്കാം. സ്പൈറോഗേറ, ഫേർണ, ഫ്യൂനേറിയ, സൈക്കസ്. ദാറ്റ് മീൻസ് ആൽഗയും ടെറിഡോഫൈറ്റും ബ്രയോഫൈറ്റും ജിംനോസ്പെർമും തന്നിട്ട് റൈറ്റ് സൈഡിൽ അതിന്റെ മെയിൻ പ്ലാൻ ബോഡി ഏതാന്നൊക്കെയുള്ള ക്വസ്റ്റൻ ആണ്. നമുക്ക് റൈറ്റ് സൈഡ് വായിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് എത്താം. ശ്രദ്ധിച്ചോളൂ. ഡൊമിനന്റ് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് വാസ്കുലാർ പ്ലാന്റ്, ഹൈലി റെഡ്യൂസ്ഡ് മെയിൽ ഓർ ഫീമെയിൽ ഗമേറ്റ്. മെയിൽ ഓർ ഫീമെയിൽ ഗമേറ്റ് വളരെ റെഡ്യൂസ്ഡ് ആണ്, സ്പോറോഫൈറ്റ് ആണ്. അത് ജിംനോസ്പെർമിനാ. സോ ഡി വരേണ്ടത് 1-ലാണ്. ഓക്കെ. ദെൻ അടുത്തതിലേക്ക് പോകുന്നു. ഡോമിനന്റ് ഹാപ്ലോയിഡ് ഫ്രീ ലിവിംഗ് ഗ്യാമറ്റോഫൈറ്റ്. ആകെ ഡോമിനന്റ് ഫ്രീ ലിവിംഗ് ഗ്യാമറ്റോഫൈറ്റ് നല്ലതുപോലെ പറയാൻ പറ്റുന്ന ഒരാൾ സ്പൈറോഗേറയും ഫിനേറിയും ആണ്. നമുക്ക് സ്പൈറോഗേറയിലേക്ക് പോയി നോക്കാം, അല്ലെങ്കിൽ ഫിനേറിയം എടുക്കാം. പക്ഷെ അതിന് ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ദെൻ അടുത്ത ഓപ്ഷനിലേക്ക് നമ്മൾ പോകുന്നു. ഡോമിനന്റ് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആണ്, ഓൾട്ടർനേറ്റിംഗ് വിത്ത് റെഡ്യൂസ്ഡ് ഗ്യാമറ്റോഫൈറ്റ് കോൾഡ് പ്രോതാലസ്. പ്രോതാലസ് എന്നുള്ള പേര് കേൾക്കുമ്പോഴേ ക്ലിയർ ആ, ടെറിഡോഫൈറ്റിനല്ലേ വരുള്ളൂ. സോ ടെറിഡോഫൈറ്റിന്റെ ഗ്യാമറ്റോഫൈറ്റ് പ്രോതാലസ് ആണ്, അതിന്റെ ഡോമിനന്റ് സ്പോറോഫൈറ്റ് ആണ്. അപ്പൊ ഫിനേറിയയ്ക്ക് പറയേണ്ടി വരും. സോ സോറി, ഫേണിന് പറയേണ്ടി വരും. ബിയുടെ കൂടെ നമ്മൾ എടുക്കേണ്ടത് 3 ഓപ്ഷൻ ആണ്. ഇനി ലാസ്റ്റ് വൺ, ഡൊമിനന്റ് ഹാപ്ലോയിഡ് ലീഫി ഗ്യാമറ്റോഫൈറ്റ്. ലീഫി സ്റ്റേജ് ഉള്ളത് ലിവർ വട്ടിനല്ല, മോസൺ ആണെന്ന് നിങ്ങൾക്കറിയാം. ബ്രയോഫൈറ്റ് ആണ് വിത്ത് പാർഷ്യലി ഡിപ്പെൻഡന്റ് മൾട്ടിസെല്ലാർ സ്പോറോഫൈറ്റ്. ബ്രയോഫൈറ്റ് മോസ് എടുക്കുമ്പോൾ പ്രധാന പ്ലാൻ ബോഡി ലീഫി സ്റ്റേജ് ഒക്കെ ഉള്ള ഗ്യാമറ്റോഫൈറ്റ് ആണ്. അതിനെ പാർഷ്യലായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സ്പോറോഫൈറ്റ് അതിനുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫിനേറിയയ്ക്ക് കൊടുക്കണം ഓപ്ഷൻ 4. സോ A2, B3, C4, D1 കിട്ടണം. A2 അങ്ങനെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. B3 ആണ്, C4 ആണ്, D1 ആണ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. ക്ലിയർ ആണോ? ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കൂടെ കയറുകയാണ്. 150. ഓക്കെ, 150ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. സെൽ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റൻ ആണ്. മെറ്റാസെൻട്രിക് ക്രോമോസോം, അക്രോസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, ടീലോസെൻട്രിക് ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ അതിന്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആൻസറിലേക്ക് വരാം. ശ്രദ്ധിച്ചോളൂ. റൈറ്റ് സൈഡ് ഞാൻ ആദ്യം വായിക്കാം, എന്നിട്ട് ആൻസറിലേക്ക് വരാം. സെൻട്രോമിയർ സിറ്റുവേറ്റഡ് ക്ലോസ് ടു വൺ എൻഡ് ഫോമിംഗ് വൺ എക്സ്ട്രീംലി ഷോർട്ട് ആൻഡ് വൺ വെരി ലോങ് ആം. ഒരെണ്ണം വളരെ ചെറുതും ഒരെണ്ണം ഒത്തിരി വലുതുമായിട്ടുള്ള ഒരു എൻഡിനോട് ചേർന്ന് നിൽക്കുന്നത്, അതിന്റെ പേരെന്താ? അക്രോസെൻട്രിക് എന്നാണ്. സോ ബിയുടെ കൂടെയാണ് 1 വരേണ്ടത്. സെൻട്രോമിയർ അറ്റ് ദ ടെർമിനൽ എൻഡ്. സെൻട്രോമിയർ ടെർമിനൽ എൻഡിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ടീലോസെൻട്രിക്. അപ്പൊ ഡിയിൽ വരേണ്ടത് 2 ആണ്. Then centromere in the middle forming 2 equal arms of chromosomes. 2 ഈക്വൽ ആമിൽ വരുന്ന സെൻട്രലിൽ വരുന്നതിന്റെ പേര് മെറ്റാസെൻട്രിക്ക. അപ്പൊ എയിൽ വരേണ്ടത് 3 ആണ്. സെൻട്രോമിയർ സ്ലൈറ്റ് away from the middle forming 1 short arm and 1 long arm. അങ്ങനെയാണെങ്കിൽ നമുക്കറിയേണ്ടത് ഇവിടെ പറയാം
4 വരേണ്ടത് സബ് മെറ്റാ സെൻട്രിക്കിലാണ്. കാരണം സെൻട്രിൽ നിന്ന് അല്പം മാറി, ഒന്ന് ലോങ്ങും ഒന്ന് ഷോർട്ടും ആയി. സോ A3B1C4D2 എന്ന് കിട്ടണം. A3 അങ്ങനെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഫസ്റ്റ് വൺ മാത്രം. A3 ആണ്, B1 ആണ്, C4 ആണ്, D2 ആണ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ.
So question number 160, in an E. coli strain, I gene gets mutated and its products cannot bind to the inducer molecule. If growth medium is provided with lactose, what will be the outcome? That means the repressor protein cannot bind to what is called as lactose. So most appropriate answer here is, most appropriate answer is 3. Most appropriate answer is 3. 180. If the length of DNA molecule is 1.1 meter, what will be the approximate number of base pair? Half of it, it is very natural calculation also. So it is 1. 3.3 into 10 raised to 9 base pair. And then comes question number 189. The recombination frequency between the genes A and C is 5%. That means A and C are the closest one. So naturally the answer is 4. And then question number 200. If a colorblind female marries a man whose mother was colorblind, mother gives X chromosome to the son. So obviously this couple is colorblind. All the children, they will be colorblind. So answer is 4. Thank you.
ഓക്കെ, അപ്പോൾ നമുക്ക് ബയോളജിയിലെ 162ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ബ്രീഡിംഗ് ക്രോപ്സ് വിത്ത് ഹയർ ലെവൽസ് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഓർ ഹയർ പ്രോട്ടീൻസ് ആൻഡ് ഹെൽത്തിയർ ഫാറ്റ്സ് ഈസ് കോൾഡ്. ആ പ്രോസസ് നമ്മൾ വിളിക്കുന്നത് വരുന്നത് ബയോ ഫോർട്ടിഫിക്കേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ഗോസ് ടു ഓപ്ഷൻ 3. ഇതാണ് കറക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയാണ് ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് നമ്മളിത് ഡിസ്കസ് ചെയ്തത്. പൊതുവേ എക്സാം നമ്മളിവിടെ എഴുതിയ എക്സാമുകളുമായിട്ടെല്ലാം റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത് അല്ലേ. പക്ഷെ കുറച്ച് കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തായാലും കൃത്യമായിട്ടെല്ലാം ആൻസർ ചെയ്യാൻ പറ്റിക്കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരിയല്ലേ? അപ്പോൾ നിങ്ങളെല്ലാം നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് കാണും. വിഷമിക്കേണ്ട. ഇനി അഥവാ എന്തെങ്കിലും മുദ്രണം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഇത് നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇന്ന് എക്സാമിന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത്ര നേരം നമ്മുടെ ഈ ക്ലാസ്സുകൾ ഒബ്സർവ് ചെയ്ത് ആൻസർ കീ കൃത്യമായിട്ട് മനസ്സിലാക്കി ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പിയായി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരെയും നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞാൽ റാങ്ക് കിട്ടിയിട്ട് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ എല്ലാവരും ഇത്ര നേരം സഹിച്ച് നന്ദി. നമുക്കിവിടെ കൊണ്ട് ബയോളജി ക്വസ്റ്റ്യൻസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ശരി, ഓക്കെ, ഗുഡ് ബൈ.